നമസ്കാരം. കേരള കോൺഗ്രസ് എം പത്തനംതിട്ട ജില്ലാ ഘടകത്തിൽ വീണ്ടും പൊട്ടിത്തെറി. സംഘടനാ ചുമതലയുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി എബ്രഹാം വാഴയിൽ, കോന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് ക്യാപ്റ്റൻ CV വർഗീസ് എന്നിവർ രാജിവെച്ചു. കോഴഞ്ചേരിയിൽ ചേർന്ന കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇരുവരും രാജിപ്രഖ്യാപനം നടത്തിയത്. പിന്നാലെ പത്രസമ്മേളനം നടത്തി നിലപാടുകൾ വിശദീകരിച്ചു. കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഇരുവരും പറഞ്ഞു. LDFൽ ഘടകകക്ഷി എന്ന നിലയിൽ ക്രിയാത്മകമായി ഇടപെടൽ നടത്താൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിയുന്നില്ലെന്ന് ഇരുവരും കുറ്റപ്പെടുത്തി. കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പാർട്ടി അതിനുവേണ്ടി ഭരണതലങ്ങളിൽ ഇടപെടുന്നില്ലെന്നും വന്യമൃഗശല്യവും തെരുവുനായ ശല്യവും ചർച്ച ചെയ്യുവാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ തുടർ നടപടി സ്വീകരിച്ചില്ലെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. LDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി LDF വിടണമെന്ന് കോന്നി നിയോജക മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചിരുന്നുവെന്ന് ക്യാപ്റ്റൻ CV വർഗീസ് പറഞ്ഞു. മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പാർട്ടിയിലുള്ള പ്രവർത്തകരൊക്കെ തന്നെ അസംതൃപ്തിയോടെയാണ് ഈ കാലഘട്ടത്തിൽ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് പാർട്ടി LDF വിട്ടുപോകണം എന്നുള്ളതാണ് പ്രവർത്തകരെ സംബന്ധിച്ച് പ്രവർത്തകരുടെ ആഗ്രഹവും അവരതിനനുസരിച്ചാണ് ചിന്തിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്ന് നിങ്ങളെ വിളിച്ചും ചില കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിക്കുന്നു. ഇടത് ജനാധിപത്യ മുന്നണിയിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്താനായിട്ട് ഈ പാർട്ടി കഴിയുന്നില്ല. മുന്നണിയുടെ ഭാഗമാണെന്നും ഭരണത്തിലുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടും ഏതെങ്കിലും വിഷയങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്തി അത് നേടിയെടുക്കുവാൻ പാർട്ടിയെ സംബന്ധിച്ച് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കർഷക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് കേരള കോൺഗ്രസ് പാർട്ടി പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത്. വന്യമൃഗശല്യം, തെരുവുനായ ശല്യം, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ചെയർമാനും ബന്ധപ്പെട്ട MLAമാരും LDF നേതൃത്വത്തിന് മുഖ്യമന്ത്രിക്കും കത്ത് കൊടുത്തു. ആ കത്തിന്റെ സ്ഥിതി എന്തായി? ഇതേ കത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കത്ത് കൊടുത്തു, അത് കഴിഞ്ഞു. അതിന്മേൽ ക്രിയാത്മകമായി ഇടപെടുവാൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പ്രധാനമായും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്യുന്നത് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, കേന്ദ്രമാണ് ഇതിനെല്ലാം തടസ്സം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. സംസ്ഥാനത്തെ ഭരണത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്തുവാൻ അവരുടെ ഭാഗത്തുനിന്ന് ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതേസമയം സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി എബ്രഹാം വാഴയിൽ, കോന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് CV വർഗീസ് എന്നിവരെ തൽസ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതായി ജില്ലാ പ്രസിഡന്റ് സജി അലക്സ് അറിയിച്ചു. കേരള കോൺഗ്രസ് പാർട്ടിക്കും LDFനുമെതിരെ എബ്രഹാം വാഴയിൽ സ്വീകരിച്ച നിലപാടുകൾ പാർട്ടി വിരുദ്ധമാണെന്ന് വിലയിരുത്തിയ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പുറത്താക്കൽ നടപടിക്ക് അംഗീകാരം നൽകി. പ്രിയമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നിയോജകമണ്ഡലം നേതാക്കളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു ജില്ലാ സെക്രട്ടറി ശ്രീ എബ്രഹാം വാഴി, നിയോജകമണ്ഡലം പ്രസിഡന്റ് ക്യാപ്റ്റൻ വർഗീസ് എന്നിവരെ തൽസ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കുവാനും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുവാനും ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം എടുത്ത തീരുമാനം നിങ്ങളെ എല്ലാവരെയും ഔദ്യോഗികമായി അറിയിക്കുന്നു. UDF കൺവീനർ അടൂർ പ്രകാശുമായി നേരത്തെ എബ്രഹാം വാഴയിൽ ചർച്ച നടത്തിയ വിവരം മറുനാടനാണ് പുറത്തുവിട്ടത്. 14 പേരുമായി കോൺഗ്രസിലേക്ക് പോകാൻ വാഴയിൽ ഉറപ്പിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം പ്രവർത്തകർ പാലം വലിച്ചതോടെയാണ് വാഴയിലിന് പിന്മാറേണ്ടി വന്നത്. താൻ ആഗ്രഹിച്ച വയോജനക്ഷേമ കോർപ്പറേഷൻ സ്ഥാനം ജോസ് കെ മാണി നിരസിച്ചതാണ് വാഴയിലിനെ ചൊടിപ്പിച്ചത്. കുടുംബസമേതം പാലായിലെത്തി ചെയർമാനെ കണ്ടാണ് തന്റെ മോഹം അറിയിച്ചത്. ചെയർമാൻ സ്ഥാനം നൽകാൻ കഴിയില്ലെന്ന് ജോസ് കെ മാണി അറിയിച്ചതോടെയാണ് തന്നെ അനുകൂലിക്കുന്നവരുമായി കോൺഗ്രസിൽ ചേരാൻ നീക്കം നടത്തിയത്. ആദ്യം 14 പേരുടെയും കമ്മിറ്റി വിളിച്ചു ചേർത്ത് പാർട്ടി വിടുന്ന കാര്യം ചർച്ച ചെയ്തു. അനുയായികൾ എന്തിനും തയ്യാറാണെന്ന് അറിയിച്ചതോടെ നേതാവിന് ധൈര്യമായി. അങ്ങനെയാണ് UDF നേതൃത്വവുമായി ചർച്ച നടന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ ആഗ്രഹിച്ച മലയാളപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കിട്ടാതെ വന്നതിനെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച പാർട്ടി സ്ഥാനാർത്ഥിയെ കാലുവാരി തോൽപ്പിച്ചതായി ഇദ്ദേഹത്തിനെതിരെ ആരോപണമുയർന്നിരുന്നു.
ഇതുകൂടിയായതോടെ വാഴയിലിനെതിരെ കോന്നിയിലെ പാർട്ടി പ്രവർത്തകർ കടുത്ത അമർഷത്തിലായിരുന്നു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ വാഴയിലിനെതിരെ അച്ചടക്ക നടപടി എടുത്ത് പാർട്ടിക്ക് പുറത്ത് കളയണമെന്നാണ് പ്രവർത്തകർ ചെയർമാനെ അറിയിച്ചത്. വാഴയിൽ പാർട്ടി വിടുന്നത് ഇതാദ്യമായല്ല. മുൻപ് ഇദ്ദേഹം പാർട്ടി വിട്ട് CPI-യിൽ ചേർന്നിരുന്നു. കോന്നിയിൽ ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനം കിട്ടാതെ വന്നതോടെയാണ് CPI വിട്ട് വീണ്ടും കേരള കോൺഗ്രസിലെത്തിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സുപ്രധാന സീറ്റ് ലക്ഷ്യമിട്ടാണ് വാഴയിലിന്റെ രാജിയെന്നാണ് കേരള കോൺഗ്രസുകാർ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയ കരുനീക്കങ്ങളൊക്കെ സജീവമാണ്. ഈ ഘട്ടത്തിലാണ് വാഴയിലിന്റെ രാജി. എന്തായാലും ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവുന്നത് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഒരു പ്രധാന സീറ്റ് തനിക്ക് ലക്ഷ്യമാക്കിക്കൊണ്ടാണെന്നാണ് കേരള കോൺഗ്രസുകാർ പറയുന്നത്.